കോൺസെഷൻ എ. പാർഡൺ മീ, വർ ഇസ് ദ സെൻട്രൽ തിയേറ്റർ. പാർഡൺ മീ തന്നെ എക്സ്ക്യൂസ് മീ, എന്നോട് ക്ഷമിക്കൂ. അല്ലെങ്കിൽ ഒരാളുടെ അറ്റൻഷൻ ഗ്രാബ് ചെയ്യുമ്പോൾ ഒരു കാര്യം ചോദിക്കുമ്പോൾ ഒക്കെ യൂസ് ചെയ്യുന്ന വർ ഇസ് ദ സെൻട്രൽ തിയേറ്റർ. എവിടെയാണ് സെൻട്രൽ തിയേറ്റർ ഉള്ളത്? ഇറ്റ്സ് ഇൻ ദ നെക്സ്റ്റ് ബ്ലോക്ക്. അത് അടുത്ത ബിൽഡിങ്ങിലാണ്. സ്ട്രെയിറ്റ് അഹെഡ്, നേരെ മുന്നോട്ടുള്ള. താങ്ക് യു വെരി മച്ച്. ഓക്കെ, നന്ദി. ദാറ്റ്സ് ഓൾ റൈറ്റ്. ഇറ്റ്സ് ഓക്കെ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, നെക്സ്റ്റ് കോൺസെഷൻ ബി. വർ ഇസ് ദ നാഷണൽ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർ. എവിടെയാണ് നാഷണൽ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർ ഉള്ളത്? ഇറ്റ്സ് ഡൗൺ ടൗൺ ഓൺ ബ്രൗൺ സ്ട്രീറ്റ്. ബ്രൗൺ സ്ട്രീറ്റിലെ ഡൗൺ ടൗണിലാണ്. ഡൗൺ ടൗൺ എന്ന് പറഞ്ഞാൽ പൊതുവെ സെൻട്രൽ ടൗൺ ആണ് പറയാം. ഡു യു നോ ദ എക്സാക്ട് അഡ്രസ്? കറക്റ്റ് അഡ്രസ്സ് നിങ്ങൾക്കറിയുമോ? യെസ്, ഇറ്റ്സ് 5121 ബ്രൗൺ സ്ട്രീറ്റ്. ബ്രൗൺ സ്ട്രീറ്റിലെ 5121 ആണ് അതിൻ്റെ കറക്റ്റ് അഡ്രസ്സ്. ഓക്കെ. കോൺസെഷൻ സി. ക്യാൻ യു ടെൽ മീ വേർ ദ ലൈബ്രറി ഈസ് ലൊക്കേറ്റഡ്. എവിടെയാണ് ലൈബ്രറി ഉള്ളത് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? യെസ്. ഡു യു സീ ദാറ്റ് ചർച്ച് ഡൗൺ ദ സ്ട്രീറ്റ്? നിങ്ങൾ അവിടെ ഒരു പള്ളി കാണുന്നുണ്ടോ ആ വഴിയിൽ? യെസ്, ഇറ്റ്സ് ക്വൈറ്റ് ഈസി ടു സീ വിത്ത് സച്ച് എ ടോൾ സ്പയർ. യെസ്, അത് എളുപ്പത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. കാരണം അതിൻ്റെ മുകളിൽ എന്തുണ്ട്? ഒരു അടയാളമുണ്ട്. സ്പയർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ബിൽഡിങ്ങിൻ്റെ മേലൊക്കെ പൊന്തി നിൽക്കുന്ന ഒരു തരം ഒരു അടയാളത്തിനാണ് സ്പയർ എന്ന് പറയാം. അപ്പോൾ സ്പയർ എന്ന് പറഞ്ഞാൽ അങ്ങനെ ചർച്ചിൻ്റെ മുകളിലൊക്കെ ആ ഒരു കുരിശുണ്ടാവില്ലേ, ഒരു ഉയർന്നു നിൽക്കുന്ന ഒരു സാധനത്തിന് പറയുന്ന പേരാണ്. ആ ഒരു ചർച്ചിൻ്റെ മുകളിലാണ് കുരിശുണ്ടാവില്ലേ. ഏത് ബിൽഡിങ്ങിൻ്റെ മുകളിലും അങ്ങനത്തെ എന്തെങ്കിലും ഒരു എലിവേറ്റഡ് ആയിട്ടുള്ള അടയാളങ്ങളുണ്ടെങ്കിൽ അതിന് സ്പയർ എന്ന് പറയും. അപ്പം പറയാണ് ഇറ്റ്സ് ക്വൈറ്റ് ഈസി ടു സീ വിത്ത് ചർച്ച് സച്ച് എ ടോൾ സ്പയർ. എന്തായാലും ചർച്ചിൻ്റെ മുകളിൽ അങ്ങനെ ഒരു അടയാളം ഉണ്ടാവില്ല, അതുകൊണ്ട് കണ്ടെത്താൻ എളുപ്പമായിരിക്കും. ജസ്റ്റ് ടേൺ ലെഫ്റ്റ് ദെയർ ആൻഡ് വാക്ക് 3 blocks. അവിടെ നിന്ന് എന്ത് ചെയ്യുക? അവിടുന്ന് ഇടത്തോട്ട് തിരിഞ്ഞിട്ട് ഒരു 3 ബിൽഡിംഗ് നടന്നാൽ മതി. ഓക്കെ. കോൺസെഷൻ ഡി. ആർ ദ ഇൻസ്ട്രക്ഷൻസ് ടു കോംപ്ലിക്കേറ്റഡ് ഫോർ യു? ഈ പറഞ്ഞ എല്ലാം കൂടി മൊത്തം കേട്ടടങ്ങാറായോ? മനസ്സിലായില്ലേ? ഉണ്ടാവും ചില ആൾക്കാർ വൈ പറഞ്ഞു കൊടുത്താൽ. വെൽ, വുഡ് യു മൈൻഡ് റിപ്പീറ്റിംഗ് ദം? നിങ്ങളൊന്നും കൂടി പറഞ്ഞുതരോ? ഡു യു മൈൻഡ് റിപ്പീറ്റിംഗ് ദം? ഐ വുഡ് ബി ഗ്ലാഡ് ടു. ഓക്കെ, സന്തോഷം. ഐ വുഡ് ലൈക്ക് ടു റൈറ്റ് ദം ഡൗൺ ഇൻ ദിസ് ടൈം. ഞാൻ നിങ്ങൾക്കത് എഴുതി തരാം. അപ്പോൾ ഞാനിപ്പോൾ അത് എഴുതി എടുത്തോളാം, നിങ്ങൾ പറഞ്ഞോളിന്നറിയാം. ഓക്കെ. കോൺസെഷൻ ഈ പറയാണ്. ക്യാൻ യു ടെൽ മീ വേർ ദ സ്റ്റേഷൻ ഈസ്? എവിടെയാണ് സ്റ്റേഷൻ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ടേൺ റൈറ്റ് ആൻഡ് ഗോ 4 blocks. വലത്തോട്ട് തിരിഞ്ഞിട്ട് ഒരു 4 ബിൽഡിംഗ് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? നമുക്ക് സ്റ്റേഷനിലെത്താം. വുഡ് യു മൈൻഡ് റിപ്പീറ്റിംഗ് ദാറ്റ്? നിങ്ങൾക്ക് ഒന്നും കൂടി അത് പറയാൻ പറ്റും? യെസ്, ഐ വുഡ് ബി ഗ്ലാഡ് ടു. എനിക്ക് വളരെ സന്തോഷമുള്ളൂ, ഞാൻ പറയുന്നതിൽ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, വേർ ഡു ഐ ഗെറ്റ് ദ ഡൗൺ ടൗൺ ബസ്? ടൗണിലേക്കുള്ള സെൻട്രൽ ടൗണിലേക്കുള്ള ബസ് എനിക്ക് എവിടെ നിന്നാണ് കിട്ടുക? വാക്ക് സ്ട്രേറ്റ് അഹെഡ് 1 block. ഒരു ബിൽഡിംഗ് നേരെ നടക്കൂ. ഒരു ബിൽഡിംഗ് കഴിഞ്ഞാൽ ബസ് കിട്ടും. താങ്ക്സ് വെരി മച്ച്. നന്ദി. നോ മെൻഷൻ ഇറ്റ്. ഓക്കെ, നോ പ്രോബ്ലം. കോൺസെഷൻ ബി. വേർ ഡസ് ദ ബസ് സ്റ്റോപ്പ്? ബസ് എവിടെയാണ് നിർത്തുക? അറ്റ് ദ നെക്സ്റ്റ് കോർണർ, അടുത്ത മൂലയിൽ. ഡസ് ഇറ്റ് ഗോ ഡൗൺ ടൗൺ? അത് ടൗണിലേക്ക് പോകുമോ? ഓൺലി ഇത് നമ്പർ 5 ബസ് ഗോസ് ഡൗൺ ടൗൺ. 5 എഴുതിയ ബസ് അല്ലെങ്കിൽ 5 നമ്പർ ആ ബസ് മാത്രമേ ടൗണിലേക്ക് പോവുള്ളൂ. ഓക്കെ. കോൺസെഷൻ സി. ആർ ദ മെനി ബസ് സ്റ്റോപ്സ് അലോങ് ദ സ്ട്രീറ്റ്? ഇവിടെ ഒരുപാട് ബസ് സ്റ്റോപ്പുകൾ ഉണ്ടോ? യെസ്, ദർ ആർ ക്വൈറ്റ് എ ഫ്യൂ. കുറച്ച് ബസ് സ്റ്റോപ്പുകളുണ്ട്. ആർ ദ ലൊക്കേറ്റഡ് അറ്റ് ദ കോർണേഴ്സ്? എല്ലാം ഈ മൂലയിലാണോ ഉള്ളത്? മോസ്റ്റ് ഓഫ് ദം ആർ, ബട്ട് എ ഫ്യൂ ആർ ഇൻ. കുറച്ച്, അതെ, കൂടുതലും കോർണറിലാണ് ബസ് സ്റ്റോപ്പുകൾ ഉള്ളത്. കുറച്ചെണ്ണം അങ്ങനെയല്ല. കോൺസെഷൻ ഡി. ഹൗ ഡു ഐ ഗെറ്റ് ടു ദ സ്റ്റേഷൻ? എനിക്കെങ്ങനെയാണ് ഈ ഒരു സ്റ്റേഷനിലേക്ക് പോകാൻ പറ്റുക? ടേക്ക് ദ ബസ് അറ്റ് ദ നെക്സ്റ്റ് കോർണർ. അടുത്ത സ്റ്റോപ്പ് എന്നല്ല, അടുത്തൊരു മൂലയിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു ബസ് എടുത്തോളൂ, ബസ് കയറിക്കോളൂ. ഡു യു നോ വിച്ച് ബസ് ഐ ടേക്ക്? ഞാൻ ഏത് ബസ്സിലാണ് പോകേണ്ടത് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? വാച്ച് ഫോർ നമ്പർ 32. നമ്പർ 32 ബസ്സിൽ എന്ത് ചെയ്യാതെ കയറിയാൽ മതി. കോൺസെഷൻ ഇ. ഹൗ മച്ച് ഈസ് ദ ഫെയർ ഓൺ ദിസ് ബസ്? ഈ ബസ്സിൽ ഏകദേശം എത്ര ചാർജ് വരും? ഇറ്റ്സ് 15 cents. ഏകദേശം 15 cent അവിടുത്തെ ക്യാഷാണ്, യൂറോപ്യൻ ക്യാഷാണ്. ഡു ഐ ഗിവ് ദ മണി ടു യു? നിങ്ങൾക്ക് ക്യാഷ് തരണോ? നോ, ജസ്റ്റ് ഡ്രോപ്പ് ഇറ്റ് ഇൻ ദ മെഷീൻ. ക്യാഷ് തരണം, നിങ്ങൾ ആ മെഷീനിൽ ഇട്ടാൽ മതി. കോൺസെഷൻ എ. ഡസ് ദിസ് ബസ് ഗോ ഇൻ ടു ദ സിറ്റി? ഈ ബസ് ടൗണിലേക്ക് പോകുമോ? യെസ്. വേർ ഡു യു വാണ്ട് ടു ഗോ? നിങ്ങൾക്ക് എങ്ങോട്ടാണ് പോകേണ്ടത്? ഐ വാണ്ട് ടു ഗോ ടു ദ ഹാർബർ ഹൈറ്റ്സ്.
എനിക്ക് ഹാർബർ ഹൈറ്റ്സിലേക്കാണ് പോകേണ്ടത്. ദിസ് ഈസ് ദ റൈറ്റ് ബസ് ദെൻ. ഓക്കെ, ഞങ്ങൾ കറക്റ്റ് ബസ്സിലാണ് കയറിയത്. ഓക്കെ, ഡസ് ദിസ് ബസ് ഗോ ആസ് ഫാർ ആസ് വാഷിങ്ടൺ സ്ക്വയർ? വാഷിങ്ടൺ സ്ക്വയർ വരെ ഈ ബസ് പോകുമോ? നോ, യു വിൽ ഹാവ് ടു ട്രാൻസ്ഫർ. നിങ്ങൾ മാറി കയറേണ്ടി വരും. വേർ ഐ ക്യാൻ ഡു ഇറ്റ്? എനിക്ക് എവിടുന്നാണ് മാറി കയറാൻ പറ്റുക? യു ക്യാൻ ഗെറ്റ് ദ വാഷിങ്ടൺ സ്ക്വയർ ബസ് അറ്റ് ദ നെക്സ്റ്റ് കോർണർ. നിങ്ങൾക്ക് അടുത്ത മൂലയിൽ നിന്ന് എന്ത് ചെയ്യും? വാഷിങ്ടൺ സ്ക്വയർ ബസ് കിട്ടും. ഓക്കെ, കോൺസെഷൻ സി. ഈസ് ദിസ് വേർ ഐ ഗെറ്റ് ഓഫ് ദ ബസ്? എവിടെയാണോ ഞാൻ ബസ് ഇറങ്ങേണ്ടത്? നോ, നോട്ട് ദർ, അറ്റ് ദ നെക്സ്റ്റ് സ്റ്റോപ്പ്. അടുത്ത സ്റ്റോപ്പിലാണ്. ക്യാൻ ഐ ക്യാച്ച് എ ടാക്സി റൈറ്റ് ദർ? എനിക്ക് അവിടെ നിന്ന് ഒരു ടാക്സി കിട്ടുമോ? യെസ്, ദർസ് എ ടാക്സി സ്റ്റാൻഡ് റൈറ്റ് ബൈ ദ ബസ് സ്റ്റോപ്പ്. ബസ് സ്റ്റോപ്പിൻ്റെ വലതു ഭാഗത്തായിട്ട് എന്തുണ്ട്? ഒരു ടാക്സി സ്റ്റാൻഡ് ഉണ്ട്. കോൺസ്റ്റൻ്റ്, എക്സ്ക്യൂസ് മീ, ബട്ട് ഹൗ ഡു ഐ ഗെറ്റ് ടു ദിസ് അഡ്രസ്? എനിക്ക് എങ്ങനെ ഈ അഡ്രസ്സിലേക്ക് പോകാൻ പറ്റും? ഈ അഡ്രസ്സ് ഒന്ന് പറഞ്ഞു തരാമോ? ഗെറ്റ് ഓഫ് ദ ബസ് അറ്റ് വാട്ടർ സ്ട്രീറ്റ് ആൻഡ് മെയിൻ. നിങ്ങളെ വാട്ടർ സ്ട്രീറ്റിൽ എന്ത് ചെയ്യുക? ബസ് ഇറങ്ങുക. എന്നാൽ നിങ്ങൾക്ക് അഡ്രസ്സ് കിട്ടും. താങ്ക്സ് വെരി മച്ച് ഫോർ യുവർ ഹെൽപ്പ്. നിങ്ങളുടെ ഹെൽപ്പിന് ഭയങ്കര നന്ദി. ഡോണ്ട് മെൻഷൻ ഇറ്റ്. കുഴപ്പമില്ല. ഇനി കോൺസെഷൻ ഈ ഈസ് വെസ്റ്റ് സ്ട്രീറ്റ് നെക്സ്റ്റ് സ്റ്റോപ്പ്. അടുത്ത സ്റ്റോപ്പ് വെസ്റ്റ് സ്ട്രീറ്റ് ആണോ? ഐ എം സോറി ബട്ട് ഐ ഡിഡ്ന്റ് അണ്ടർസ്റ്റാൻഡ് യു. എനിക്ക് നിങ്ങൾ പറഞ്ഞ് മനസ്സിലായില്ല. ജസ്റ്റ് ദ ബസ് സ്റ്റോപ്പ് അറ്റ് വെസ്റ്റ് സ്ട്രീറ്റ് നെക്സ്റ്റ്. അടുത്ത സ്റ്റോപ്പിൽ ബസ് വെസ്റ്റ് സ്ട്രീറ്റിൽ നിർത്തുമോ? യെസ്, റൈറ്റ് അറ്റ് ദ നെക്സ്റ്റ് കോർണർ. അതെ, അടുത്ത മൂലയിലാണ്. ഓക്കെ, നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്.